നേമത്ത് രാജീവ് ചന്ദ്രശേഖറെ നേരിടാൻ ശിവൻകുട്ടി ഇറങ്ങും. നേമം നിവാസികളുടെ ശിവൻകുട്ടി അണ്ണൻ ഒരിക്കൽ കൂടി ഇറങ്ങുന്നു. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയാണ് ഇതേക്കുറിച്ച് വ്യക്തമായ സൂചന നൽകിയത്. ശിവൻകുട്ടിക്ക് നേമത്ത് മത്സരിക്കുന്നതിൽ തടസ്സമില്ലെന്നും നേമത്ത് പൂട്ടിച്ച BJPയുടെ അക്കൗണ്ട് തുറപ്പിക്കില്ലെന്നും അസന്നിഗ്ധമായി വി ജോയി പ്രഖ്യാപിച്ചു. ഇതോടെ നേമം ക്ലാസിക് പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ താൻ നേമത്ത് നിന്ന് മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. നേമത്ത് നിന്ന് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താനെന്ന് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖറെ പോലെ ഒരു കരുത്തനെ നേരിടണമെങ്കിൽ കരുത്തൻ തന്നെ വേണം CPMന്. ഈ സാഹചര്യത്തിലാണ് ശിവൻകുട്ടിയെ വീണ്ടും ഇറക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. ശിവൻകുട്ടി അണ്ണൻ ഇറങ്ങുന്നതോടെ ശിവൻകുട്ടി അണ്ണൻ ഇറങ്ങുന്നതോടെ നേമത്ത് പോരാട്ടം ക്ലാസിക് പോരാട്ടമായി മാറും. കോൺഗ്രസിന് വേണ്ടി നേമത്ത് മത്സരിക്കുന്നത് VS ശിവകുമാറാണ് എന്നാണ് സൂചന. VS ശിവകുമാർ ശക്തമായ രീതിയിൽ കോൺഗ്രസ് വോട്ടുകൾ പിടിച്ചു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥിതി വളരെ ദയനീയ അവസ്ഥയിലാകുമെന്ന് CPM കണക്ക് കൂട്ടുന്നു. രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,000-ലധികം വോട്ടുകൾ നേടിയ മണ്ഡലമാണ് നേമം. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേമം നിയമസഭയിലെ വാർഡുകളിൽ നിന്ന് അത്രയും ഭൂരിപക്ഷം നേടാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയം. എന്തായാലും നേമത്തെ വാർഡുകൾ BJP തൂത്തുവാരിയെങ്കിലും 22,000-ഓളം ഭൂരിപക്ഷമൊന്നും BJPക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നേമത്ത് പൂട്ടിയ BJPയുടെ അക്കൗണ്ട് പൂട്ടാൻ എളുപ്പമാണെന്ന് CPM കണക്ക് കൂട്ടുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം നേമം പ്രസ്റ്റീജ് മണ്ഡലമാണ്. കഴിഞ്ഞ തവണ K മുരളീധരൻ നേമത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ശിവൻകുട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ചു. K മുരളീധരൻ ചിതറിപ്പോകുന്ന BJPയിലേക്ക് പോകുന്ന കോൺഗ്രസ് വോട്ടുകളെ ഏകോപിപ്പിച്ചു. അദ്ദേഹം 3-ാം സ്ഥാനത്ത് എത്തിയെങ്കിലും കോൺഗ്രസ് വോട്ടുകൾ മുഴുവൻ പെട്ടിയിലാക്കാൻ മുരളീധരന് കഴിഞ്ഞു. കുമ്മനം രാജശേഖരനെയാണ് കഴിഞ്ഞ തവണ വി ശിവൻകുട്ടി പരാജയപ്പെടുത്തിയത്. ഇത്തവണ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇറങ്ങുമ്പോൾ പ്രചരണത്തിൽ ഇരു കൂട്ടരും BJPയും CPMും കട്ടയ്ക്ക് നിൽക്കും എന്നുള്ളത് ഉറപ്പ്. മറുവശത്ത് കോൺഗ്രസിന് വേണ്ടി കരുത്തനായ VS ശിവകുമാർ തന്നെ ഇറങ്ങുന്നു. മണ്ഡലത്തിലെ നായർ വോട്ടുകൾ പ്രധാനമാണ്. അതുകൊണ്ടാണ് VS ശിവകുമാറിനെ തന്നെ ഇറക്കുന്നത് കോൺഗ്രസ്. VS ശിവകുമാറും മുരളീധരനെ പോലെ നന്നായി ഫൈറ്റ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസ് വോട്ടുകൾ VS ശിവകുമാർ പിടിച്ചു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറിന് പ്രതീക്ഷിക്കുന്ന വിജയം നേമത്ത് നിന്ന് നേടാൻ സാധിക്കില്ല. നേമത്ത് പല സ്ഥാനാർത്ഥികളുടെയും പേരുകൾ CPM ആലോചിച്ചിരുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ നേമത്ത് മത്സരിക്കും എന്നൊരു ശ്രുതി പരന്നിരുന്നു. ഡോക്ടർ TN സീമ മത്സരിക്കും എന്നൊരു ശ്രുതി പറഞ്ഞിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം M വിജയകുമാറും മത്സരിക്കുമെന്നൊരു വാർത്ത പരന്നിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വി ശിവൻകുട്ടിയെ തന്നെ നേമത്ത് സ്ഥാനാർത്ഥിയാക്കി മാറ്റിയിരിക്കുകയാണ് CPM. ശിവൻകുട്ടി നേമത്ത് സ്ഥാനാർത്ഥി ആകുന്നതോടെ ശക്തമായ ഒരു ത്രികോണ മത്സരം നേമത്ത് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖറും ശിവൻകുട്ടിയും ശിവകുമാറുമാകുമ്പോൾ മത്സരം കടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ശിവൻകുട്ടി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നുവെന്ന വാർത്ത പരന്നിരുന്നു. എന്നാൽ ശിവൻകുട്ടിയല്ലാതെ മറ്റാര് നേമത്ത് എന്ന ചോദ്യമാണ് CPM ജില്ലാ സെക്രട്ടറി വി ജോയി ചോദിച്ചത്. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജെയിൻ കില്ലറിൻ്റെ പരിവേഷമാണ് നേമത്ത് കഴിഞ്ഞ തവണ വിജയിച്ചതിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം തോൽപ്പിച്ചത് BJPയുടെ കുമ്മനം രാജശേഖരനെ. അദ്ദേഹം അതോടുകൂടി നേമംകാരുടെ പ്രിയപ്പെട്ടവനായി പിന്നീട് മാറുന്ന കാഴ്ച കണ്ടു. നേമത്തെ മുക്കിനും മൂലയിലും ശിവൻകുട്ടിയുണ്ട്. നേമത്തെ വികസനങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ നേമത്ത് ശക്തമായ ഒരു ത്രികോണ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങും. VS ശിവകുമാർ കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവാണ്. അദ്ദേഹം MP ആയിരുന്നു.
ആദ്യത്തെ തവണ അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹം യുവതുർക്കിയായി മാറി. കണിയാപുരം രാമേന്ദ്രനെയാണ്, CPIയിലെ കണിയാപുരം രാമേന്ദ്രനെയാണ് അദ്ദേഹം അട്ടിമറിച്ചത്. എന്തായാലും ശിവകുമാർ, ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ, ഇതാണ് നിയമത്തിൻ്റെ സ്ഥാനാർത്ഥികൾ.